പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നാള് വെറുതെ മീനെ മാത്രം അന്വേഷിച്ച് നടന്നിരുന്ന മനുഷ്യരെ കർത്താവ് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മീനെ പിടിക്കാനല്ല നിങ്ങളുടെ നിയോഗം, മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവരിങ്ങനെ ജീവിതത്തിന്റെ സകലതും ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അവനെ അനുഗമിക്കുന്നത് കാണുന്നുണ്ട്. പിതാവിനെ പോലും ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ ഓർക്കണം, അവർ ഇത്രയും നാള് പിതാവിനോട് ചേർന്ന് നിന്നിട്ട് ആ പിതാവിന് വേണ്ടി ചെയ്ത ഒരേ ഒരു കാര്യം ആ പിതാവിന് വേണ്ടി മീനെ പിടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈ മനുഷ്യര്, ഈ ചെറുപ്പക്കാര് ആ പിതാവിന് വേണ്ടി അയാളുടെ ആത്മാവിനെ നേടും. അത് ആ പിതാവിൻ്റെ മാത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ശിഷ്യന്മാരായി ഇനി അവർ ജീവിച്ചു തുടങ്ങും. ഇത്രയും കാലം മത്സ്യത്തെ പിടിച്ച് ഉദരം നിറച്ചിരുന്ന മനുഷ്യര് ഇനിയിപ്പോ ഇങ്ങനെ മനുഷ്യരുടെ ആത്മാക്കളെ ചേർത്ത് പിടിച്ച് സ്വർഗം നിറയ്ക്കാൻ തുടങ്ങും. ഇത് ഒരാളുടെ കാര്യമൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗമാണ്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി അവരെ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അവരുടെ മനസ്സ് കീഴടക്കാൻ പറ്റും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിലേക്ക് അവരുടെ ഹൃദയം ചായ്ക്കാനായിട്ടുള്ളതാണ് നിയോഗം. ദൈവം കൂടെയുണ്ട്, ഈശോ കൂടെ ഉണ്ടെന്ന് പറയണമെന്ന്. ഇങ്ങനെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ ഇങ്ങനെ വിട്ടുകളയാതെയും പ്രയാസങ്ങളിലും ഒറ്റപ്പെടലുകളിലും അവരെ കൈവിട്ട് കളയാതെയും ഒക്കെ അവരെ ചേർത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള നിയോഗത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന്. അത് ഒന്നാമത്തെ വായന വളരെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരും. കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹന്നയുടെ അടുത്ത് ചെന്നിട്ട് എൽക്കാന ഭർത്താവ് പറയുന്നുണ്ട്, ഹന്ന, നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? നീ എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിനേക്കാളും ഉപരിയല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കല് നമ്മൾ കാണില്ലെന്ന്. ഒരു ഡയലോഗ് വേറില്ല. ഭർത്താവ് ചെന്നിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോളെ നീ എന്തിനാ കരയണേ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും മേലെയല്ലേ. ശരിക്കും ഇതിനു വേണ്ടിയിട്ടല്ലേ കല്യാണമൊക്കെ നടത്തുന്നത് പോലും. അത് ചിലരോട് ചോദിക്കുമ്പോൾ പറയാം, അച്ഛാ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ ജീവിതം, നമ്മുടെ തലമുറ മുന്നോട്ട് പോകണ്ടേ, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് കല്യാണം കഴിക്കണേ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വിവാഹം ഫ്ലോപ്പായിരുന്നു എന്നാണോ പറയണേ? അതങ്ങനെയല്ല എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവുമായിട്ട് എൽക്കാന നിൽക്കുന്നുണ്ട്. മോളെ നീ എന്തിനാ കരയണേ കുഞ്ഞുങ്ങളില്ലാത്തതിനെ ഓർത്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും മേലെയല്ലേ. ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കുറവുകളുണ്ടെങ്കിലും എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് ദൈവനാമത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കർത്താവ് എനിക്ക് തന്നൊരാളായത്. അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഇയാളെ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ അവരെ നേടാ ചെയ്യണേ. കർത്താവ് തന്ന ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പിന്നീട് ഹന്നയുടെയൊക്കെ ജീവിതം നമ്മൾ പിന്നീട് കാണും. ഈ ദിവസങ്ങളിൽ തന്നെ അവള് കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ടൊരു സാമുവേൽ എന്ന് പറയുന്ന മഹാനായിട്ടുള്ളൊരു കുഞ്ഞിനെ കർത്താവ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. എൽക്കാന അങ്ങനെ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ, ദൈവനാമത്തിൽ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അവൾ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവില്ലായിരുന്നു. ദൈവത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവരായി മാറാനായിട്ടുള്ള നിയോഗമുണ്ട്. എത്ര പേരെ കർത്താവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും ഇത്ര കാലം കൊണ്ട്. കർത്താവെ, ജീവിതമൊക്കെ അവസാനിക്കാറായെന്ന് ഞങ്ങൾക്കറിയാം. കുറേ ആയി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ഒന്നും ചെയ്യാതെ സാധാരണ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഒരു വൃദ്ധയുടെ ശവകുടീരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ബോബിച്ചൻ പറയുന്നുണ്ട്, റിട്ടേൺഡ് അൺഓപ്പൺഡ്. മനോഹരമായിട്ടുള്ള മാർബിളിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന ആ വാക്കുകൾക്ക് ശരിക്കും അഴുക്ക് പുരണ്ട ഒരു വൃത്തികേട് കാണാൻ പറ്റും. അത് ആ വാക്ക് തന്നെയാണ് അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ഒറിജിനൽ തേടി പോകുമ്പോൾ അറിയാൻ പറ്റണേ. ഇങ്ങനെ നമ്മളെ കസൻറ്റ് സാക്കിയസിൻ്റെയും അതുപോലെ ടോൾസ്റ്റോയുടെയും ഒക്കെ നോവൽ വായിക്കുമ്പോൾ, റഷ്യൻ നോവലുകൾ വായിക്കുമ്പോൾ ഒക്കെയുള്ള ഒരു വാക്കുകൾ ഉണ്ടല്ലോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത്. കറുത്തതിനേക്കാൾ വൃത്തികേട് ആ വാക്കുകൾക്ക്.
മനോഹരമായ മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നു, റിട്ടേൺഡ് അൺഓപ്പൺഡ്. ഒന്നും ചെയ്യാതെ, ആർക്കും ഒരു നന്മയും ചെയ്യാതെ, ലഭിച്ച ജീവിതം ഇങ്ങനെ മൂടി വെച്ച് തുറക്കാതെ ഒരാളിങ്ങനെ കടന്നു പോവാ, തിരിച്ചു പോയേക്കാണ്. ദൈവത്തിന് വേണ്ടി ഒരുപാട് മനുഷ്യരെ നേടാനായിട്ട് സാധ്യതയുള്ളൊരു ജീവിതം നമ്മളിങ്ങനെ തുറക്കാതെയും പകരാതെയും ഒക്കെ ഇങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. കർത്താവെ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നറിയാം, ഇത്രയും കാലം കൊണ്ട് അങ്ങേക്ക് വേണ്ടി ഒരാളെ പോലും നേടിയിട്ടില്ല എന്നറിയാം. ഒപ്പമുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ നാമം പറഞ്ഞ്, ഈശോയുടെ നാമം പറഞ്ഞിങ്ങനെ അവരെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ടുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഈശോയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മുഖം വിടരുന്നതും അവരുടെ ഉള്ളിൽ പ്രത്യാശ നിറയുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? നടക്കുന്നതാ പലതവണയാണ്. നിങ്ങൾ ഏതെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളോട് ചെന്ന് ഈശോയെ പറ്റി പറഞ്ഞു നോക്ക്. വെറുതെ ഒന്നുമല്ല. മുടന്തനായിട്ടുള്ള മനുഷ്യൻ പത്രോസ്ലീഹ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ മാനിനെ പോലെ കുതിച്ചു ചാടി എന്നൊക്കെ പറയണത് വെറുതെ ഒന്നുമല്ല. ഇതാ നിങ്ങൾക്കായി ഇന്നൊരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് മാലാഖ പറയുമ്പോൾ അത്രയും നാള് കുനിഞ്ഞുപോയ ഇടയന്മാരുടെ ശിരസ്സുകൾ ഉയർന്നു നിന്നത്, അഭിമാനം കൊണ്ട് ഉയർന്നു നിന്നത് വെറും കഥയല്ല. കർത്താവിന് പറയുന്നിടത്തൊക്കെ ഇങ്ങനെ വലിയ ശക്തി നിറയും. കർത്താവിന് വേണ്ടി ഇങ്ങനെ മനുഷ്യരെ നേടാൻ വേണ്ടിയിട്ട് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും അവന് വേണ്ടി മനുഷ്യരെ നേടാൻ, മനുഷ്യരെ ഈശോയ്ക്ക് വേണ്ടി പിടിക്കുന്നവരാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം. ശരിയാണ്, ഞങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഈ പിള്ളേരെ പിടുത്തക്കാരെ പേടിച്ചിരുന്നത് പോലെ നമ്മളെ കാണുമ്പോൾ ചില മനുഷ്യർ ഓടി മാറും. ഈശോയെ പറ്റി കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, വചനം ഇഷ്ടമില്ലാത്ത മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഓടി മാറുന്നത് കാണാൻ പറ്റും. പക്ഷേ ഉറപ്പായിട്ടും അവരിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഏത് വിധേനയും എപ്പോഴെങ്കിലും അവർ നമ്മുടെ വാക്കുകൾക്ക് ചെവി ചയിക്കുന്ന നേരത്ത് നമ്മുടെ സ്വരം അവരുടെ ചെവികളിൽ മുഴങ്ങണമെന്ന് ഈശോ എന്നുള്ള വാക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ നേടാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തര പ്രവർത്തനം ഉണ്ടായിരിക്കണം. കർത്താവെ, അതിന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വെറുതെ മീൻ പിടിച്ച് നടക്കാനല്ല, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടാനല്ല ഞങ്ങളുടെ നിയോഗം, ഒപ്പമുള്ളവരുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകാനാണെന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ, അതിനുള്ള തെളിച്ചം തരണമേ, അതിനായി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാനായി മനുഷ്യരുടെ അവരുടെ ജീവിതം പോലും പണയം വെച്ച് നിൽക്കുന്ന ഈ ലോകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും കർത്താവിന് വേണ്ടി ഒരു വാക്കും മിണ്ടാതെ മൂടിപ്പുതച്ച് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിപ്പോകുന്നത്? അവനെപ്പറ്റി പറയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറക്കപ്പെടാത്ത ജീവിതങ്ങളായി തിരിച്ചു പോകാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? കർത്താവെ, തുറക്കപ്പെടാതെ തിരിച്ചു പോകുന്ന ജീവിതങ്ങളാവാതെ നിന്നിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്ന കാന്തിക വലയങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. അല്ല, അസ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഇത്രയും കാലമായിട്ടും ഈശോയ്ക്ക് വേണ്ടി ആരെയും നേടിയില്ലല്ലോ എന്നുള്ള വലിയ അസ്വസ്ഥതയോടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
കാരുണ്യമേ അനന്ത സ്നേഹമേ